إن الحمد لله أصلي وأسلم على نبينا مصطفى محمد صلى الله عليه وسلم وعلى آله وصحبه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم സൂറ ആൽ ഇംറാൻ 119 വചനത്തിന്റെ വ്യാഖ്യാനം നോക്കൂ. മുൻ ആയത്തിൽ വിശദീകരിച്ച ഇസ്ലാമിന്റെ ശത്രുക്കളായ അവിശ്വാസികളുടെ കോപവും അതുപോലെ ഈർഷ്യതയും എത്രത്തോളം കഠിനമാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ കൂടി നമുക്ക് വിശദീകരിക്കുന്നു. അന്തും നിങ്ങൾ ഉലായി ഇങ്ങനെയുള്ളവരാകുന്നു. എങ്ങനെയുള്ളവരാണ് മുസ്ലിമീങ്ങൾ എന്നല്ല പറയുന്നു. തുഹിബ്ബൂനഹും നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. വലാ യുഹിബ്ബൂനകും എന്നാൽ തിരിച്ച് അവർ നിങ്ങളെ സ്നേഹിക്കുന്നില്ല. നിങ്ങൾ അവരെ സ്നേഹിക്കുന്നു. ആ അവിശ്വാസികളായ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കുന്നു. അതേസമയം തിരിച്ച് അവർ നിങ്ങളോട് ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല. പഴയ സൗഹൃദം വെച്ചു പുലർത്തിക്കൊണ്ട് അറബികൾ അവരെ അങ്ങോട്ട് സ്നേഹിക്കുന്നു. അതേസമയം തിരിച്ചവർ ഇങ്ങോട്ട് സ്നേഹിക്കുന്നില്ല എന്നാണ് അള്ളാഹു കൃത്യമായി അതിനെ വിശദീകരിച്ചു തരുന്നത്. വതുഅ്മിനൂന ബിൽ കിതാബി കുല്ലിഹി മുഴുവൻ കിതാബുകളിലും നിങ്ങൾ വിശ്വസിക്കുന്നു. അതേസമയം അവർ അവരുടെ കയ്യിലുള്ള കിതാബിൽ മാത്രം വിശ്വസിക്കുന്നു, ഖുർആനിൽ വിശ്വസിക്കുന്നു എന്നാണ് ആ പറഞ്ഞതിന്റെ കാരണം. വഇദാലഖൂകും നിങ്ങളോട് നിങ്ങളെ കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ കാലു അവർ പറയും ആമന്ന വിശ്വസിച്ചു എന്ന് പറയും. അവരുള്ള ചില മുനാഫിക്കുകളുടെ സ്വഭാവമാണിത്. അത് മാത്രമല്ല ചില അവിശ്വാസികളും ഈ രൂപത്തിൽ പെരുമാറിയിരുന്നു എന്നാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. വഇദാഖലു ഇനി നിങ്ങളിൽ നിന്നും വിട്ടുപിരിഞ്ഞു കഴിഞ്ഞാൽ അള്ളു അലൈക്കുമുൽ അനാമില അവർ എന്ത് ചെയ്യും? അള്ളു അവർ കടിക്കും. അലൈക്കുമുൽ അനാമില നിങ്ങളുടെ മേൽ അവരുടെ കൈകൾ കടിച്ചു പിടിക്കുമെന്ന് പറഞ്ഞാൽ അവർഷം കൊണ്ട് ദൃശ്യമടക്കാൻ കഴിയാതെ അവർ വിരൽ തലപ്പുകളെ കടിച്ചു പിടിക്കും. മിനൽ ഖൈദി കോപത്താൽ അങ്ങനെ ചെയ്യും. ഖുൽ നബിയെ താങ്കൾ പറയൂ, വിശ്വാസികളെ നിങ്ങൾ പറയൂ, എന്ത് പറയണം? മൂത്തു നിങ്ങൾ മരണപ്പെടൂ, ബിഗൈലിക്കും നിങ്ങളുടെ കോപവും കൊണ്ട് നിങ്ങൾ മരണപ്പെടൂ എന്ന് പറഞ്ഞേക്കൂ അവരോട്. ഇന്നല്ലാഹ നിശ്ചയമായും അല്ലാഹു സുബ്ഹാനഹു വ തആല അലീമുൻ ബിദാത്തി സുദൂർ നെഞ്ചകത്തുള്ളത് മുഴുവനും അറിയുന്നവനാകുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല. എല്ലാ കപട വിശ്വാസികളുടെ കാപട്യവും അതുപോലെ ഇസ്ലാമിന്റെ ശത്രുക്കളുടെ സകലമായ ആ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ച പകയും വിദ്വേഷവും ഈർഷ്യതയും അത് മുഴുവനും എത്രത്തോളം ഉണ്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് നന്നായി അറിയാം. അതുകൊണ്ട് ഒരു അകലം മുസ്ലിമീങ്ങൾ പാലിക്കണം അത്തരം ശത്രുക്കളോട് എന്നാണ് പറയുന്നത്. അതേസമയം സൗഹൃദത്തിൽ കഴിയുന്ന അവിശ്വാസികളോട് യാതൊരു തരത്തിലുള്ള പകയും വിദ്വേഷവും അവലംബിച്ചു പുലർത്തേണ്ടതില്ല എന്നും നമുക്ക് കൃത്യമായി പഠിപ്പിക്കപ്പെട്ടതാണ്. അതിന് ഇസ്ലാമിന് രണ്ടു മുഖമില്ല, ഒരു മുഖം മാത്രമേ ഉള്ളൂ. ദ്വിമുഖനല്ല ഒരു മുസ്ലിം. അതേസമയം അവന്റെ അകവും പുറവും ഒരേപോലെ വെളുത്തതാകുന്നു. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.